മക്കളില്ലാത്തവർക്കും കല്യാണം ഒത്തുവരാത്തവർക്കും കല്യാണം ഒത്തത്, കല്യാണം കഴിച്ചവർ തന്നെ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ ഇപ്പോഴാത്മാവിൽ ഓർത്തിരിക്കാൻ. അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെ യുവതികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന അമ്മേ പരിശുദ്ധ അമ്മേ, അവരുടെ മേലെല്ലാം 41 ദിവസത്തിനുള്ളിൽ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ, അവർക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ ഉടമ്പടിയുടെ സാക്ഷ്യപേടകത്തില് ഞങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ തീരുമാനം ഉണ്ടാകാൻ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകള് ഇപ്പോൾ അങ്ങനെയുള്ള സങ്കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തില് പിരിഞ്ഞു കഴിയുന്നവരെ, കേസിലായി പോയവരെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മേ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി 74 ദിവസത്തിനുള്ളിൽ ഐക്യപ്പെട്ടു വരാൻ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലൂടെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ മക്കളെ കാണുമ്പോഴേ, കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ വേദനിക്കുന്നവരും കണ്ണീരിടുന്നവരും ഈ ഒരു അവസ്ഥയില് പോകാൻ കുഞ്ഞുങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അകലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവര്, നാട്ടിൽ ജോലി തേടുന്നവര്, സാമ്പത്തിക ബാധ്യതകളിൽ ജീവിക്കാനുള്ള മാർഗം പോലും പണയത്തിലായിരിക്കുന്നവര്, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവര്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകൾ എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ, ഈശോയുടെ രക്തത്തിൽ കഴുകി മാറ്റിക്കൊണ്ട് ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ പോലെ പഴയതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഈ ആരാധന ശക്തിയാൽ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. രേഖാപരമായ കാര്യങ്ങൾ, ചില രേഖകൾ കിട്ടുന്നില്ല, ചില രേഖകൾ നമുക്ക് തന്നെ എതിരാണ്, പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നുള്ള കോൺട്രി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, വിരുദ്ധ രേഖകൾ നമുക്കുണ്ടാക്കുന്ന വേദനകൾ,
അതിൽപ്പെട്ട് ഉഴരുന്ന ജീവിതം മുന്നോട്ട് പോകുന്ന, ഒരടി മുന്നോട്ട് പോകാത്ത, വളർച്ചയില്ലാതെ വളർച്ച മുരടിച്ച കുടുംബങ്ങൾ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെ കയ്യിരിപ്പ് കാരണവും മറ്റുള്ളവരുടെ പലതരത്തിലുള്ള എതിരായിട്ടുള്ള തീരുമാനങ്ങളും പല ദുഷ്ടതലങ്ങളും കാരണം വളർച്ച മുരടിച്ച കുടുംബങ്ങളെ അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ആ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, എവിടെ പോകും, ആരുടെ പക്കൽ പോകുമെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്നോർത്ത് വിഷമിക്കുന്നവരെ, അതുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടിയുടെ യോഗ്യതയാൽ 10,000-കണക്കിന് മനുഷ്യരെ ഉടമ്പടി എടുത്ത് വിജയിച്ച് ദൈവത്തിൻ്റെ വലിയ സാക്ഷികളായിട്ടുണ്ട്. അവരുടെ ഈടുവെപ്പ് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ, സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ, എന്നിൽ നിറയണമേ നാഥാ, വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കുറിച്ച് വേദനിക്കുന്നവര്, മക്കളുടെ തെറ്റായ നടപടികള്, തെറ്റായ ബന്ധങ്ങള്, പലപ്പോഴും മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങൾ, ചില നഷ്ടം വരുമെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന കച്ചവടങ്ങൾ, അത് പാഷനായതുകൊണ്ട് ചെയ്ത് നഷ്ടം വരുത്തി കുടുംബം തറവാട് കുളം കോരുന്നവരുണ്ട്. ചെന്ന് പെട്ടുപോകുന്നവർ പല കാര്യങ്ങളിൽ, ചിലപ്പോൾ കൂട്ടുകച്ചവടമാകാം, പെട്ടുപോകുന്നവരുണ്ട്. എൻ്റെ പങ്കാളിയുടെ കാപട്യം തിരിച്ചറിയുമ്പോൾ നീ വൈകിപ്പോവുകയും നീ നഷ്ടത്തിലാവുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കാണാത്ത കയറിൽ പലതരത്തിൽ കുരുങ്ങിപ്പോയ മനുഷ്യരെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവരെല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വൻ കൃപകൾ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ കൃപകൾ, ഞങ്ങൾക്ക് വേണ്ടി നേടിയ കർത്താവിൻ്റെ വിലമതിക്കാത്ത കൃപകൾ, വിലമതിക്കാത്ത കാരുണ്യം, അതിൻ്റെ എല്ലാം വെളിച്ചത്തിലും അടിസ്ഥാനത്തിലും ഇതുപോലെ പെട്ടുപോയ മനുഷ്യരെ കർത്താവ് പത്രോസിനെ ആഴക്കടലിൽ നിന്ന് പിടിച്ചു കയറ്റിയതുപോലെ നിന്റെ ബലിഷ്ഠമായ കരങ്ങൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ മക്കളുടെ കാര്യം കാണിച്ചുകൊണ്ട് അവിടെ പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുദേവനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ജോലി കിട്ടിയ ഒരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ എന്നെ ഉയർത്തിയ ഒരു സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതി 2022 യു കെയിലെത്തുന്നത്. ഒരു സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അത് ഡൊമിസിലറി ആയിരുന്നു, ഡോർ ടു ഡോർ സർവീസ്. സോ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ കോൺഫിഡൻസ് ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസോട് കൂടി പോയ എന്നെ മെൻ്റൽ ഹരാസ്മെൻറ്റോടുകൂടെ അവരെൻ്റെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുകയും ഡ്രൈവ് ചെയ്യാത്തതിൻ്റെ പേരിൽ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആ കമ്പനി അവിടുത്തെ സ്ലേവറി, അതുപോലെ തന്നെ കെയർ ക്വാളിറ്റി അതൊക്കെ പ്യുവറായതിൻ്റെ പേരിൽ പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതിൻ്റെ ഒബ്സർവേഷനും അവർക്കെതിരെ കേസൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു സമയത്താണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത്. ഞങ്ങൾ പുതിയതായി വന്നിരുന്ന 2 പേരോടായിരുന്നു അവർക്ക് കൂടുതലായിട്ടും അവരുടേതായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നത്.
നിങ്ങൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ UK-ലെയും ഇന്ത്യയിലെയും ഡ്രൈവിംഗ് റൂൾസ് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വണ്ടി ഓടിച്ച് പരിചയമുള്ള നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ വിത്തൗട്ട് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രാക്ടീസ് തരാൻ പറഞ്ഞ് ഞങ്ങൾ നിരന്തരം അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഷിഫ്റ്റ് തരാതെ വീട്ടിലിരുത്തുക മാത്രമേ അവർ ചെയ്തിരുന്നുള്ളൂ. അതിനിടയിൽ ഞങ്ങൾക്ക് കൂടെ കിട്ടിയത് 2 ആഴ്ചയുള്ള ഷിഫ്റ്റ് മാത്രമാണ്. അതിലൂടെ ലോൺ അടയ്ക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇനിയും നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഓരോരോ ഡോർ ടു ഡോർ സർവീസിന് പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് അവരുടെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഓഫീസ് ഞങ്ങൾ അവരുടെ അക്കോമഡേഷൻ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വരികയും ഞങ്ങളെ ഇതിൻ്റെ പേരിൽ ആ കമ്പനിയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് അന്വേഷിച്ചു. അപ്പോൾ ആ മൊമെൻറ്റിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇല്ല, ഡ്രൈവിംഗ് ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം. അതിൻ്റെ പേരിൽ നിരന്തരം മെയിലായിട്ടും ഫോൺ കോളായിട്ടും ഞങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് മാത്രമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾ അവർക്കെതിരെ മൊഴി കൊടുത്തു. അവരോട് പെരുമാറുന്ന രീതി ശരിയല്ല, സ്ലേവ്സ് ആയിട്ടാണ് അവരെ കാണുന്നത്, അതുപോലെ തന്നെ അവർക്ക് ഇനഫ് ഷിഫ്റ്റ് ഇല്ല, അങ്ങനത്തെ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് 1 മാസം ഞങ്ങൾക്ക് അവർ ഷിഫ്റ്റ് തരാതെയുമായി. ഇതിനിടയിലും നിരന്തരമായിട്ട് അവരുടെ ഓരോരോ കോളിലൂടെ നിങ്ങളുടെ വിസ ക്യാൻസലാക്കും, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോവും, ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ അവിടെ ചെന്ന് 1.5 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് കോൾ ത്രൂ ഞങ്ങളെ അറിയിക്കുകയുണ്ടായിരുന്നു, 2 ദിവസം ഇന്ന് വിളിച്ചിട്ട് മറ്റന്നാൾ ഈ റൂം നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 1.5 മാസം മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് ജോലിയും ഇല്ല, ആരെയും പരിചയവും ഇല്ല. ആ സാഹചര്യത്തിൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ വന്നപ്പോൾ പരിചയമുള്ളവരെ മൊത്തം വിളിച്ചു നോക്കി, എല്ലാവരും കൈ ഒഴിഞ്ഞു. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാവർക്കും സ്വന്തം ലൈഫാണല്ലോ ഇമ്പോർട്ടൻറ്റ്, അവിടെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ ടൈമിൽ അന്ന് അവർ എൻക്വയറിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കോണ്ടാക്ട് നമ്പർ തന്നിരുന്നു. അത് UK-യിലെ ഒരു ചാരിറ്റിയാണ്, സാൽവേഷൻ ആർമി എന്ന് പറയും. അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. കേട്ടിട്ടുണ്ടാവും എല്ലാവരും, UK-യിലെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ പല പ്രാവശ്യം വിളിച്ചാലാണ് അവർ ഫോൺ എടുക്കുകയുള്ളൂ. അങ്ങനെ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന് ഒരു 5 അവറിനുള്ളിൽ ഒരാൾ കോൾ എടുത്തു. ആ ആളോട് ഇതൊക്കെയാണ് ഞങ്ങളിവിടെ നേരിടുന്ന പ്രശ്നം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവരിങ്ങനെ ഇറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് അവർ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്നത്, ഇനി ഇങ്ങോട്ട് പോകുന്നതാണെന്ന് അറിയില്ലെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോൾ കട്ട് ചെയ്തു. അടുത്ത ആളെ വീണ്ടും ഞാൻ വിളിച്ചു, അവരോട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. അവസാനം ആ ആൾ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് 1 അവർ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് ഏതെന്നില്ലാത്തൊരു സ്ഥലത്തേക്ക്, ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് 5 അവർ എന്തോ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാബിൻ വാനിൽ എന്നെ കൊണ്ടുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വേറെ സ്ഥലത്തേക്കും കൊണ്ടുപോയി. ആ സമയത്ത് ആ ക്യാബിൻ വാനിനുള്ളിലിരുന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരുന്ന എനിക്ക് എങ്ങടാ ഞാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നു 2 ദിവസത്തോളം ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല. 3ാമത്തെ ദിവസം അവരുടെ തന്നെ ഒരു സപ്പോർട്ട് വർക്കർ ഞങ്ങളെ എന്നെ കാണാൻ വന്നു. അവരെൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അവരെ താമസിക്കുന്നതിന് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരെൻ്റെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ ഒരു ചെറിയൊരു തുക ഇട്ടിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഫുഡിനുള്ള പൈസയാണ്, നിങ്ങൾക്ക് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ച്. അവിടെ ഒരു ചെറിയ കിച്ചണും കാണിച്ചു തന്നു. അവിടെ കുറേ അന്തേവാസികളും ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ എന്ന് പറയും. അവിടെയുള്ളൊരു ഭൂരിഭാഗം ആഫ്രിക്കൻസാണ്. നമ്മളെപ്പോലെ ഇന്ത്യക്കാർക്ക് ഏത് സമയം വേണമെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം, പക്ഷെ അവർക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല, എത്ര നാൾ വേണമെങ്കിലും അവർക്ക് അവിടെ താമസിക്കാം. അവരെന്നോട് പറഞ്ഞത് നീ ഉടനെ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണം, ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 2-3 ദിവസത്തേക്ക് ഒന്നും കഴിക്കാനോ ഞാൻ പുറത്തു പോയി ഫുഡ് വാങ്ങാനോ ഒന്നിനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല എനിക്ക്. അതിനുശേഷം ഞാൻ അവിടെ ചെന്നൊരു 3-4 ദിവസത്തിന് ശേഷം എന്നെ ഇവിടെ ഞാൻ വന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തൊരു ഫ്രണ്ട്, ആ ടൈമിൽ അവൾ പറഞ്ഞത് അവളൊരു 5-6 മണിക്കൂർ എന്തോ ദൂരെയാണ് എന്നിൽ നിന്നാണ്. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, നീ സുഖമായിട്ട് ഇരിക്കുന്നോ, എന്താ വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്, ഞാനിവിടെ ഇന്നൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ജസ്റ്റ് 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ നിൽക്കുന്നിടത്തേക്ക്. അങ്ങനെ അവൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ മാക്സിമം ശ്രമിച്ചു എനിക്ക് വേണ്ടിയിട്ട്, ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. അവളുടെ നാട്ടുകാരിയായ ഒരു ആൻറ്റി, ആ ആൻറ്റി അവരുടെ ഗ്രൂപ്പിൽ എല്ലാവരോടുമായിട്ട് അന്വേഷിച്ചു.
ഇതിനിടയ്ക്ക് മൂന്നാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. വീട്ടിലോട്ട് ഞാൻ വിളിക്കാതെയായി, കാരണം അവരോട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അത് വലിയൊരു എമൗണ്ട് ആണ്. എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ്, പിന്നെ എൻ്റെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് അവരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആരെയും വിളിക്കാതെയായി. ഒരിക്കൽ എന്നെ അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വിളിച്ചു. ആ ചേച്ചി ഇപ്പോൾ എൻ്റെ സങ്കടമൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, മോള് കൃപാസനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അത് ഓൺലൈനിൽ എടുക്കാൻ പറ്റും, ഞാൻ നിനക്കത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ സമയം വരെ കൃപാസനം എന്തെന്നോ ഈ അമ്മ എന്തെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ ചേച്ചി പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ ടൈം വരെ ഞാൻ യൂട്യൂബ് കയറി ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് എന്താണെന്നുള്ളത്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ചേച്ചി നിയമങ്ങൾ വെച്ചു. അതിനുശേഷം ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ ചേച്ചി പറഞ്ഞു, മോൾ യൂട്യൂബിൽ കയറി ഇങ്ങനെ സെർച്ച് ചെയ്യ്, അപ്പോൾ നിനക്ക് കൃപാസനം ഒഫീഷ്യൽ അക്കൗണ്ട് കാണാൻ പറ്റും. അത് നീ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഞാനത് കുറേ ദിവസങ്ങളിരുന്ന് കണ്ടുപിടിച്ച് അന്നു മുതലേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിലൂടെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, ധ്യാനങ്ങൾ കേട്ട്, സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, അവൾ ഇത്ര അടുത്താണെന്നും പറഞ്ഞുകൊണ്ട്. അവരെന്നെ കാണാൻ വന്നു. അതുവഴി ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടു. ആ ആൻറ്റിയുടെ അബ്രോഡുള്ള ഏതൊരു ബ്രദർ വഴി വേറൊരു അവിടെ വിസയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളല്ല, സോ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, അതിൻ്റേതായ ക്വാളിഫിക്കേഷനും ഇല്ല, നിനക്കിവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നീ ഇപ്പം ചിലവാക്കിയതിൻ്റെ തന്നെ ഇരട്ടി തുക കൊടുക്കുകയാണെങ്കിൽ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ ലോണൊന്നും ചെയ്തിട്ടില്ല. ഇനി അത്രയും പൈസ തന്നെ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യണം. എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ചേട്ടൻ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എൻ്റെ കയ്യിൽ ഇനി അടയ്ക്കാനും പൈസയില്ല എന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്നെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വിളിച്ചു, മോളെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നീ അവിടെ പോയി നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ എന്നെ വേറൊരു ഫ്രണ്ട് വഴി ആ പുള്ളി എന്നെ 2 ഇൻ്റർവ്യൂവിന് ആ ദിവസം തന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പോകുന്ന വഴികളിലെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കണ്ടിന്യൂസ് അവരെന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതൊക്കെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. രാപ്പകലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഒരു ദിവസം നിരവധി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കണ്ടിന്യൂസ് ഫോണിൽ തന്നെ ഇത് തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഇനി എന്താ അടുത്തതെന്ന് ഒന്നും എനിക്കറിയില്ല. ആ കൂടെ ആ ഫോണും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ആ കൂടെ അവശേഷിച്ചുകൊണ്ടിരുന്നത് ഒരു കൊന്തയായിരുന്നു. ഇത് രണ്ടും വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ചെന്നു. അതും അവരെൻ്റെ അടുത്ത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് വിട്ടു. അതിൻ്റെ തന്നെ അടുത്ത ദിവസം എന്നെ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ തന്നെ കോൺടാക്ട്സിലുള്ളൊരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 3 അവർ കൂടെ പോകണം. അപ്പോൾ എൻ്റെ കയ്യിൽ മതിയായ പൈസയില്ല, എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയില്ല. കാരണം അവിടെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ എങ്ങും പോയിട്ടുമില്ല. എങ്ങനെയാണ് അവിടുത്തെ രീതികൾ, എങ്ങനെയാണ് ട്രെയിൻ കയറി പോകുന്നത്, എങ്ങനെയാണ് ബസ്സിന് ക്യാഷ് കൊടുക്കുന്നത്, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. പോകുന്ന വഴികളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സാക്ഷികൾ കേട്ടുകൊണ്ടിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്നെ കൊണ്ടുപോയത് അവിടെ തന്നെ UK തന്നെ വിസ പ്രൊവൈഡ് ചെയ്യുന്നതും കെയർ ഹോമുകളുടെ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതും പാർട്ട്ണറുമായ ഒരുപാട് കെയർ ഹോമിൻ്റെ ഉടമയായ ഒരു ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പോയത്. എന്നോട് എൻ്റെ അച്ഛനെ പോലെ തന്നെ സംസാരിച്ചു, എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു. ഞാൻ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് പറ്റുമോ ഈ ഫീൽഡിൽ തുടരാനായിട്ട്? കാരണം കെയർ സെക്ടറിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം, അവർ മെൻ്റലി ചലഞ്ചിങ് ആണ്. നമ്മളെ ഉപദ്രവിക്കും. നമ്മുടെ ആരോഗ്യം നോക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിലനിന്നേ പറ്റുള്ളൂ, ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും ചേട്ടാ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഉള്ളവരൊക്കെ എൻ്റെ പഴയ മാനേജർ ഒരു ആഫ്രിക്കക്കാരിയായിരുന്നു. അവർ ഞങ്ങളോടത്ത് വളരെ മോശമായിട്ടായിരുന്നു, ഡെയിലി മെൻ്റൽ ഹരാസ്മെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഇവരെ കണ്ടേ പോർത്തു, ദൈവമേ ഇവിടെയാണോ എനിക്ക് വീണ്ടും ജോലി കിട്ടുന്നത്, എനിക്ക് ഇനി ഇവരെ കൂടെ താങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ആ നിമിഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പോകുന്നിടത്താണോ എനിക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ആ ആൾ ഒരു ഇന്ത്യക്കാരനെങ്കിലും ആയിരിക്കണേ, നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചു. ആ ചേട്ടൻ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. പുള്ളി പോയി. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ മെയിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ സ്പോൺസർഷിപ്പാണ്.
അവിടെ അമ്മ എന്നെ കാത്തു. അതിനുശേഷം ഒരു 10 ദിവസത്തെ ഇടവേളയിൽ ജനുവരി 1 എനിക്ക് സ്പോൺസർഷിപ്പ് വന്നു. അതിനുശേഷം 10 ദിവസത്തെ ഒരു ഇടവേളയിൽ ഞാൻ അവരുടെ തന്നെ കെയർ ഹോമിൻ്റെ അക്കോമഡേഷനിലിട്ട് എനിക്ക് സ്പോൺസർഷിപ്പായി. എൻ്റെ വിസയുടെ കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരുന്നു. അവരുടെ തന്നെ അക്കോമഡേഷനിലിട്ട് ചെന്നു. അപ്പം എന്നെ അവിടെ റിസീവ് ചെയ്യാൻ വന്നത് ഒരു മലയാളിയായ ഒരു മാനേജറായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ അമ്മ എനിക്ക് അങ്ങനെ ഒരാളെ തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റായിട്ടുണ്ടായിരുന്നത് ഒരു ചേച്ചിയായിരുന്നു. എൻ്റെ അമ്മയെ പോലെ തന്നെ നോക്കി, അത്രയും കഷ്ടപ്പെട്ട് വന്ന് എന്നെ അമ്മയെ പോലെ നോക്കി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. എൻ്റെ വഴിയിൽ പിന്നെ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് കൂട്ടായി എന്നോടൊപ്പം നടക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയിൽ നന്നായിട്ട് പോകുന്നു. നല്ല സാലറി എനിക്കായി. ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥനകൾ, ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ. ഒരു ദിവസം എനിക്ക് പറ്റുന്ന പോലെ ജോലിക്കിടയിലാണെങ്കിൽ പോലും ഒരു 5-6 സാക്ഷ്യങ്ങളെങ്കിലും ഞാൻ കേൾക്കും. എനിക്ക് പറ്റുന്ന എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലോൺ ഞാൻ അടച്ചു. എൻ്റെ അച്ഛനും അമ്മയും ഒരു സാധാരണക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബവും വളരെ സാധാരണ രീതിയിലുള്ളതായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട് എന്നത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ ജോലിയിലൂടെ എനിക്കൊരു നല്ല വീട് വാങ്ങാനും സാധിച്ചു. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് അവിടെയാണ്. പിന്നെ ഈ വീട് വാങ്ങുന്ന ഈ പ്രൊസീജിയറിനിടയിൽ ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ പേരിൽ വീണെടുക്കുമ്പോൾ അതിനൊരു പവർ ഓഫ് അറ്റോർണി ഞാൻ UK ഗവൺമെൻറ്റിൽ നിന്ന് സൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കണമായിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസ് പോലെ തന്നെയാണ് അവിടുത്തെ ഇതും. ഇവിടത്തെക്കാളും വളരെ സ്ട്രിക്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. അങ്ങോട്ടേക്ക് ഞാൻ പോകുന്ന ദിവസം നമ്മുടെ ഈ ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നതിൻ്റെ ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ. അന്ന് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിച്ചു. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ലാസ്റ്റത്തെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് 10:15 പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് മൂവ് ചെയ്തു. അതിനുള്ളിൽ തന്നെ ട്രാഫിക്കിൽ പെട്ട് 10:15 ഓൾറെഡി ആയി. ഞാൻ അവിടെ ചെല്ലുന്നത് 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ്. ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റണമേ. കാരണം ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓഫാണ്. ഇനി അത് നീണ്ടുപോയി കഴിഞ്ഞാൽ അടുത്തത് ഇനി എന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് എന്നെ അവിടെ എത്തിക്കണേ, എനിക്ക് അവിടെ കയറാൻ പറ്റണേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവിടെ എത്തി. എന്നോട് അവർ ലേറ്റായത് എന്തിനാന്ന് പോലും ചോദിച്ചില്ല. അവർ ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അവരെന്നെ അകത്തേക്ക് കടത്തി വിടുത്തു. അവിടെ നിന്ന് എല്ലാവരും ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അന്ന് ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രാർത്ഥിച്ച് പോണ വഴിക്ക് ഫുൾ ഞാൻ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. എൻ്റെ കുറച്ച് വിശ്വാസം അമ്മ എന്നെ കാത്തത് തന്നെയാണെന്നാണ്. അത്ര കാമാണോ എന്ന് ചോദിച്ചാൽ അത്ര കാമല്ല, എന്നാലും കുറച്ച് കാമായിരുന്നു. പൊട്ടിത്തെറിച്ച് അതുപോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാവരോടും ഈസി ആയിട്ട് ക്ഷമിക്കാൻ പറ്റുന്നു. അതായത് അവൻ എന്ത് ചെയ്താലും അത് ഞാൻ അവരുടെ മാനസികാവസ്ഥ കണക്കാക്കാൻ തുടങ്ങി. അതായത് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അതെന്നിൽ വന്ന് വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു. കൂടാതെ ഈ നിമിഷം ഇന്നാണ് ഞാൻ UK വന്നിട്ട്, മിനിഞ്ഞാന്ന് ഞാൻ UK വന്നതാണ്. ഇന്ന് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ആ ഓൺലൈൻ ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കും. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും സായാഹ്ന പ്രാർത്ഥന വൈകിട്ടുമായിട്ട് മുടങ്ങാതെ ചൊല്ലും. അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടൈമിൽ എനിക്ക് ജോലിയില്ലായിരുന്ന സമയത്ത് ഇവരെനിക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ വരുമാനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം വാങ്ങിക്കാൻ പോലും തികയില്ലായിരുന്നു. അതിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച് എനിക്ക് വേറെ ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ആഡ് കാണാമല്ലോ, സഹായം അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ 1000-2000, കാരണം എനിക്ക് അത്രേ ഉള്ളൂ, അതെനിക്ക് കിട്ടുന്നത് ഒരു തുച്ഛമായെന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാ വീക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് അത് കൊടുക്കാനുള്ള ഇതുള്ളതുകൊണ്ട് അതിലും കുറച്ചുകൂടെ.
അങ്ങനെ പിന്നെ പുറത്ത് എന്നോട് ചോദിക്കുന്ന ആരാണെങ്കിലും അത് ആളുടെ അവസ്ഥ എങ്ങനെയാണേലും എൻ്റെ കയ്യിലില്ലെങ്കിലും ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സാഹചര്യമൊക്കെ മാറിയതിന് ശേഷം എൻ്റെ വീട്ടിൽ പറഞ്ഞ് ഇവിടെ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കാറുണ്ട്, അത് ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്തു വരുന്നു, പൈസയായിട്ടും കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടിയിൽ തന്നെ ജീവിതകാലം മൊത്തം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഇത്രയും നല്ല ഞാനെന്ന മനുഷ്യനെ മാറ്റിയതിനും എനിക്ക് ഇത്രയും നല്ല എന്നെ ഇതുപോലെ കൃപയിലൂടെ, അതുകൂടാതെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ യോഗ്യതയിൽ എനിക്ക് എൻ്റെ യോഗ്യതയിലല്ല എനിക്കിതൊന്നും കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡല്ല, അതിലൂടെ മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ഒരാൾക്ക് സീനിയർ കെയറായിട്ട് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഇതെല്ലാം ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് 101 ഷുവറാണ്.